പൂഞ്ചിൽ സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ പ്രഖ്യാപിച്ചു സൈന്യം. പിർപഞ്ചൽ മേഖലയിലാണ് ഓപ്പറേഷൻ സർവശക്തി എന്ന പേരിലെ സൈനിക നടപടി. ആർമിയുടെ നോർത്തേൺ കമാൻഡ് ചീഫിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. നിയന്ത്രണ രേഖകളിൽ അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, എന്താണ് ഓപ്പറേഷൻ സർവശക്തി? ഗോപികൃഷ്ണൻ, ഈ കഴിഞ്ഞ മാസങ്ങളിലായി രജൌരി, പൂഞ്ച്, ഉറി മേഖലകളിൽ വലിയ രീതിയിലുള്ള ഭീകരാക്രമണമാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തെ ആശങ്കയോടുകൂടിയാണ് ആർമി അടക്കം നോക്കിക്കാണുന്നത്. പ്രതിരോധ മന്ത്രിയും അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സാഹചര്യം നേരിട്ട് വിലയിരുത്തി. ഒപ്പം കരസേനാ മേധാവിയും ജമ്മു കാശ്മീർ സന്ദർശിച്ചിരുന്നു. നേരത്തെ ഈ പൂഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക കരസേനാ മേധാവി തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. കാരണം 2003 ഈ ഒരു ഭീകര ആക്രമണ സാഹചര്യം വർദ്ധിച്ചിരുന്നു. അന്ന് സൈനിക നടപടികൾ ശക്തമാക്കിക്കൊണ്ട് അതിൽ ഒരു കുറേയധികം കുറവ് വരുത്തി. ഏതാണ്ട് 2019 വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ 2021 ശേഷം ഈ പൂഞ്ച് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് കരസേന മേധാവി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭീകര വിരുദ്ധ നടപടി ഇപ്പോൾ സൈനിക തലത്തിൽ ശക്തമാക്കുവാനായി ഒരുങ്ങുന്നത്. സർവശക്തി എന്നുള്ള ഓപ്പറേഷനാണ് ഇതിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ നിയന്ത്രണ രേഖയുടെ അടുത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള സൈനിക നടപടിയിലേക്ക് കൂടി കടക്കുകയാണ്. പിർപഞ്ചിലാണ് ഈ ഓപ്പറേഷൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സാഹചര്യങ്ങൾ, അതായത് ഈ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് നേരിടുന്നതിനായി ജനങ്ങൾക്കിടയിൽ ഒരു ക്യാമ്പയിൻ കൂടി ഇതിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നോർത്തേൺ കമാൻഡ് ചീഫും ഇന്നലെ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ CRPFന്റെയും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു. സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഈ നിയന്ത്രണ രേഖകളിൽ അതീവ ജാഗ്രത പുലർത്തുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്.